ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് മാരിൻ ജോയിൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ലാപ്ടോപ്പിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻസും പ്രോബ്ലംസും എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വരുന്ന സംഭവം ഗെയിമിൽ ലാഗ് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ സ്റ്റക്ക് ആവൽ, ഇങ്ങനെ FPS ഡ്രോപ്പ് ആവണ പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോറേജ് കുറച്ച് കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ലാഗില്ലാണ്ട് കളിക്കുന്ന ഒരു 5-10 GB ഒക്കെ മൊബൈലിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാഗില്ലാണ്ട് കളിക്കാൻ പറ്റും. അതായത് ഫ്രീ ആയിട്ടുള്ള സ്റ്റോറേജ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ ലാഗ് കുറയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ ഷാഡോ, അതേപോലെ തന്നെ ട്രാഫിക് ഡെൻസിറ്റി, അതേപോലെ തന്നെ റിഫ്ലക്ഷൻ, അത് മൂന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം, എന്നിട്ട് കളിച്ച് നോക്കാം. അപ്പോൾ ശരിയാവും. അല്ലെങ്കിൽ പിന്നെ മോഡുകൾ ഭയങ്കര ആ ഒരു പോയിൻ്റ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് മോഡ് കയറ്റുമ്പോൾ റെഡ് കളറിൽ. അപ്പോൾ അത് കുറച്ച് ഭയങ്കരമായിട്ട് കൂടുതൽ ഉള്ളത് കയറ്റാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, അപ്പോൾ അത് കുറച്ച് കുറഞ്ഞ മോഡുകൾ തപ്പിയെടുക്കാം. അപ്പോൾ അത് ലാഗ് കുറച്ച് കുറയും. പിന്നെ അപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്പ് സംഭവങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അത് ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗെയിം ഓപ്പൺ ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൊബൈലിൽ പെർഫോമൻസ് മോഡ് ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ടാലും കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടും. മെയിനായിട്ട് ഇതാണ്. അതായത് 5-10 GB സ്റ്റോറേജ് ഫ്രീ ആക്കിയില്ല, അപ്പോൾ ലാഗ് ഒരുവിധം കുറയും എല്ലാ മൊബൈലുകളിലും. അപ്പോൾ അതാണ് ഫസ്റ്റ് സംഭവം. പിന്നത്തെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ബസ് ID എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുക. അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ട് പോവുക. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത വേർഷനിൽ എന്തെങ്കിലും ബസ് ഉണ്ടാവും, അതായത് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് ക്യാഷ് ഡാറ്റ ഉണ്ടാവും, അതായത് അതിൻ്റെ ഡാറ്റ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇത് മൂന്ന് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ മോഡ് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് മോഡ് മാറ്റിയിട്ട് ആ ഒരു പുതിയൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ആവും. അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൊബൈലൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റായിരിക്കും. അപ്പോൾ അടുത്ത സംഭവം എന്ന് പറയുന്നത് മോഡ് ഷോ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ മോഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ സംഭവം കാണുന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡർ മാറിപ്പോയിട്ടാവും. അതായത് ബസ് ID-യിലാകുമ്പോൾ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ബസ് ID എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്തിട്ട് അതിൽ മോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേർഷൻ സപ്പോർട്ട് ആവാത്ത വേർഷനായിരിക്കും നിങ്ങൾ മോഡ് ഡൗൺലോഡ് ചെയ്തത്. അല്ലെങ്കിൽ മോഡിൻ്റെ ഫയലിൻ്റെ വല്ല പ്രശ്നമായിരിക്കും. ആ മോഡ് സെയിം മോഡ് തന്നെ, അതായത് സെയിം ബസ്സിന് തന്നെ വേറെ വെബ്സൈറ്റിൽ നിന്ന് വേറെ എവിടെ നിന്നെങ്കിലും ജസ്റ്റ് മോഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം സെറ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം ഗ്യാരേജ് നിങ്ങൾ ആദ്യമായിട്ട് മോഡ് ഓപ്പൺ മോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഫയൽസ്, അതായത് അതിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് മോഡ് നമ്മളിപ്പോൾ എവിടെയാണ് ഡോക്യുമെൻറ്റ്സിലാണ് മോഡ് സെലക്ട് ചെയ്തിടുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ഫസ്റ്റ് ടൈം മാത്രം ആദ്യമായിട്ട് നിങ്ങൾ ബസ് സിമുലേറ്റർ കയറ്റുമ്പോൾ മാത്രം ചെയ്യേണ്ട സംഭവമാണ് മോഡ് കയറ്റുമ്പോൾ. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂസ്, 3 ഇഷ്യൂസ്. പിന്നെയും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് ബ്ലാക്ക് സ്ക്രീനാണ്, അതായത് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്ക്രീനായിട്ട് വന്നിട്ടുണ്ട്. അതും മെയിനായിട്ട് ഈ മോഡുകളുടെ പ്രശ്നമാണ്. കുറച്ച് ചില മോഡുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതായത് അത് കയറ്റിയാൽ മൊത്തം ഗെയിമിൻ്റെ പരിപാടി തീരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മോഡുകളുണ്ട്, അങ്ങനത്തെ കയറ്റാണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിടാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ബസ് ID-യുടെ മോഡ് പ്രശ്നമില്ലെങ്കിൽ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് സംഭവം. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് പേര് പറയുന്നുണ്ടായി. അത് കുറേ മോഡുകൾ, അതായത് ഇപ്പോൾ കേരള ട്രാഫിക് മോഡ് അങ്ങനത്തെ ചില മോഡുകളിൽ അതിന് ഓപ്ഷൻ ഇല്ല. അതായത് ഈ മോഡ് കയറ്റുമ്പോൾ തന്നെ മൾട്ടിപ്ലെയർ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് മോഡുകളുണ്ട്. അതായിരിക്കും ഒന്നില്ലെങ്കിൽ സാധാ ഗെയിമിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈയോ അല്ലെങ്കിൽ നെറ്റിൻ്റെയോ വല്ല പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ VPN ഓണായി എടുക്കുന്നുണ്ടാവും, അത് ജസ്റ്റ് ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ സർവറിൻ്റെ റീജിയൻ ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്തിടാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും നോർമൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ചില മോഡുകളിൽ ഇതില്ല, മൾട്ടിപ്ലെയർ ഇല്ല. ബസ് സിമുലേറ്ററിൻ്റെ കേരള ട്രാഫിക് അല്ലെങ്കിൽ തമിഴ്നാട് ട്രാഫിക്, ചില മോഡുകളിലില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെന്താണ് ഗെയിം സ്റ്റക്ക് ആവുന്നതും ഇതൊക്കെ തന്നെ ക്യാഷ് ഡാറ്റ കളയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റോറേജ് മൊബൈലിൽ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈലൊന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് റീബൂട്ട് ചെയ്ത് ഓണാക്കി ചിലപ്പോൾ ശരിയാവും മിക്കവാറും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ വൈറ്റ് സ്ക്രീൻ വന്നിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കേരള ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വൈറ്റ് സ്ക്രീൻ വന്നിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത OBB ഫയൽ കറക്റ്റാവാത്തതുകൊണ്ടാണ്. OBB ഫയൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ വൈറ്റ് സ്ക്രീൻ വരില്ല. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷൻ ഒന്നില്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.
ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഒരു ഫോൾഡർ തന്നെ നമ്മുടെ ചാനലിൽ തപ്പിയാൽ കിട്ടും. അതിലെല്ലാ വീഡിയോയും ഉണ്ട്. അതിലില്ലാത്ത കുറച്ച് വീഡിയോസും പുറത്ത് വീഡിയോസിൽ തപ്പിയാൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. ഞാൻ അടുത്തൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.